ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് ഫോൺസിൽ എങ്ങനെ നമുക്ക് വാൾപേപ്പർ ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഫസ്റ്റ് നിങ്ങളുടെ ഹോം സ്ക്രീനിലോട്ട് വരിക. ആപ്പ് ഡ്രോവറിലോട്ട് പോകേണ്ട, ഹോം സ്ക്രീനിലോട്ട് വരിക. ഹോം സ്ക്രീനിൽ വന്നതിന് ശേഷം ഹോം സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ലോങ് പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വരുന്നതായിരിക്കും. ഇതിൽ വാൾപേപ്പർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാൾപേപ്പർ സെക്ഷനിലോട്ട് പോകുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ഫോണിനനുസരിച്ചിട്ട് മാറുന്നതായിരിക്കും. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമുള്ള ഒരു വാൾപേപ്പറും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും ഈ ഒരു വാൾപേപ്പർ സെലക്ട് ചെയ്യുകയാണ്. വാൾപേപ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പം ഫോണുകൾക്കനുസരിച്ചിട്ട് ഈ ഒരു ഓപ്ഷൻ വരുന്ന സ്ഥലങ്ങളൊക്കെ മാറുന്നതായിരിക്കും. എന്തായാലും അപ്ലൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ലോക്ക് സ്ക്രീനിൽ മാത്രം ഈ ഒരു വാൾപേപ്പർ മതി എന്നുണ്ടെങ്കിൽ സെറ്റ് ആസ് ലോക്ക് സ്ക്രീൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ ഫോൺ ലോക്ക് ചെയ്ത് വെക്കുമ്പോഴായിരിക്കും ഈ ഒരു വാൾപേപ്പർ വരിക. അതല്ല ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് ഈ ഒരു വാൾപേപ്പർ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ആസ് ഹോം സ്ക്രീൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്യുമ്പം ആ ഒരു ഫസ്റ്റ് പേജിലൊക്കെ ആയിരിക്കും ഈ ഒരു വാൾപേപ്പർ വരിക. അല്ല ഇനി രണ്ടിലും നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റ് ബോത്ത് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം അത് സെറ്റ് ആവുന്നതായിരിക്കും. ഞാൻ എന്തായാലും സെറ്റ് ആസ് ഹോം സ്ക്രീൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പം ഹോം സ്ക്രീനിൽ മാത്രം ഈ ഒരു വാൾപേപ്പർ സെറ്റ് ആവുന്നതായിരിക്കും. ഇനി നമ്മൾ ബാക്കോട്ട് പോയി നോക്കിയാൽ ആ ഒരു വാൾപേപ്പർ അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്ക് അടിക്കുക. പിന്നെ വേറൊരു വഴി എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി ചില ഫോട്ടോസ് ഉണ്ടാവും. അതായിരിക്കും നിങ്ങൾക്ക് വാൾപേപ്പർ ആക്കേണ്ടി വരിക. അതിന് വേണ്ടിയിട്ട് ഗാലറി ഓപ്പൺ ചെയ്യുക. ഗാലറി ഓപ്പൺ ചെയ്താൽ ഫോട്ടോസും വീഡിയോസൊക്കെ കാണാൻ പറ്റും. അതിൽ ഏത് ഫോട്ടോ ആണ് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ മുകളിൽ 3 ഡോട്ട്സ് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്പിനനുസരിച്ചിട്ട് ഇതൊരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പം താഴെയായിരിക്കും, ചിലപ്പം സൈഡിലൊക്കെ ആയിരിക്കും. എന്തായാലും ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ യൂസ് ആസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. എന്തായാലും ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ഫോട്ടോസ് ആണ്. ഗൂഗിൾ ഫോട്ടോസ് ഓൾമോസ്റ്റ് എല്ലാ ആൻഡ്രോയിഡ് ഫോൺസിലും ഡിഫോൾട്ടായിട്ട് വരുന്ന ആപ്പ് തന്നെയാണ്. എന്തായാലും യൂസ് ആസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാൾപേപ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. വലിയ ഫോട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സെറ്റ് വാൾപേപ്പർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ വാൾപേപ്പർ സെറ്റ് ആവുന്നതായിരിക്കും. ഇപ്പം ആ ഒരു വാൾപേപ്പറാണ് വന്നിട്ടുള്ളത്. ഇനി വേറൊരു വഴി എന്താണെന്ന് വെച്ചാൽ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം ഇവിടെ മുകളിൽ വാൾപേപ്പർ എന്ന് സെർച്ച് ചെയ്യുക. വാൾപേപ്പർ എന്ന് സെർച്ച് ചെയ്താൽ അതിനുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് വാൾപേപ്പർ സെലക്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഇഷ്ടമുള്ള വാൾപേപ്പറിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു വാൾപേപ്പർ അപ്ലൈ ആവുന്നതായിരിക്കും. നേരത്തെ പോലെ തന്നെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ബാക്കിലോട്ട് വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വാൾപേപ്പർ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺസിൽ വാൾപേപ്പർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.